ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് പീരിയോഡിസിറ്റി ഓഫ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ. ഒരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ സേ എക്സ് ഓഫ് എൻ ഈക്വൽ ടു ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എക്സ് ഓഫ് ടിയുടെ പീരിയോഡിസിറ്റിയും രണ്ട് സിഗ്നൽസ് കമ്പൈൻ ചെയ്യുമ്പോൾ ഉള്ള സിഗ്നലിന്റെ പീരീഡും ഒക്കെ കണ്ടുപിടിച്ചിരുന്നു അല്ലേ. ആ തന്നിരിക്കുന്ന സിഗ്നൽ പീരിയോഡിക് ആണോ എന്ന് ചെക്ക് ചെയ്തു, അതിന്റെ പീരീഡും കണ്ടുപിടിച്ചു. ഇനി നമുക്കൊരു ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ തരുമോ എക്സ് ഓഫ് എൻ ഈക്വൽ ടു ഈ ഫോമിലാണെന്ന് വെച്ചോ എ സൈൻ ഒമേഗ എൻ പ്ലസ് തീറ്റ. ഇപ്പം ഈ സിഗ്നൽ പീരിയോഡിക് ആണെങ്കിൽ കണ്ടീഷൻ എന്താണ്? എക്സ് ഓഫ് എൻ പ്ലസ് എൻ ഈക്വൽ ടു എന്ത് തന്നെ വരണം? എക്സ് ഓഫ് എൻ. ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് കഴിഞ്ഞ് എൻ എന്നുള്ള ടൈം പീരീഡ് കഴിഞ്ഞതിന് ശേഷം ഈ സിഗ്നൽ വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാണെങ്കിൽ ഈ സിഗ്നൽ എന്താന്ന് പറയാം? പീരിയോഡിക് എന്ന് പറയാം അല്ലേ. അപ്പം ഞാനിവിടെ എന്നിന് പകരം എൻ പ്ലസ് എന്നും കൊടുത്തു. അപ്പൊ എക്സ് ഓഫ് എൻ പ്ലസ് എൻ എന്താവും? എ സൈൻ ഒമേഗ എൻ പ്ലസ് എൻ പ്ലസ് തീറ്റ, where a is the amplitude of the discrete signal, omega is the angular frequency and theta is the phase അല്ലേ. സൈൻ ഒമേഗ എൻ പ്ലസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു പ്ലസ് ഒമേഗ എൻ പ്ലസ് തീറ്റ. That is equal to a sin omega n plus theta plus omega n. ഇതാണ് നമുക്ക് x of n plus n. ഈ x of n plus n ഉം ഈ x of n ഉം സെയിം ആവണം. അതായത് a sin omega n plus തീറ്റയും a sin omega n plus തീറ്റ plus omega n ഉം എന്തായിട്ട് വരണം? സെയിം ആയിട്ട് വരണം. അപ്പൊ ഈ ഒരു ടേമിൽ നിന്ന് ഈ ടേമിനകത്ത് അധികം ഉള്ളത് എന്താണ്? ഒമേഗ n. അപ്പൊ ഈ ഒമേഗ എന്നിന്റെ വാല്യൂ ഇന്റിജർ മൾട്ടിപ്പിൾസ് ഓഫ് 2π വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് 2π എം. ഇപ്പൊ എം എന്ന് പറഞ്ഞ ഒരു ഇന്റിജർ ആണ്. അപ്പൊ ഈ ഒമേഗ എന്നിന്റെ വാല്യൂ ഇന്റിജർ മൾട്ടിപ്പിൾസ് ഓഫ് 2π വന്നു കഴിഞ്ഞാൽ ഈ എ സൈൻ ഒമേഗ എൻ പ്ലസ് തീറ്റ പ്ലസ് ഒമേഗ എൻ എന്ന് പറഞ്ഞാൽ എന്തിന് ഈക്വലന്റ് ആയിരിക്കും? എ സൈൻ ഒമേഗ എൻ പ്ലസ് തീറ്റയ്ക്ക് ഈക്വലന്റ് ആയിരിക്കും. അപ്പൊ ഇത് പീരിയോഡിക് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഈ ടേം എന്ന് പറഞ്ഞാല് 2πയുടെ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ആയിട്ട് വരണം. സോ 2π ഇൻറ്റു എം വരണം. 2π ഇൻറ്റു എം ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ടേം എ സൈൻ ഒമേഗ എൻ പ്ലസ് തീറ്റ പ്ലസ് 2π എം എന്നുള്ളത് എപ്പോഴും എന്തിന് ഈക്വലന്റ് ആയിരിക്കും? എ സൈൻ ഒമേഗ എൻ പ്ലസ് തീറ്റയ്ക്ക് ഈക്വലന്റ് ആയിരിക്കും. അപ്പൊ കണ്ടീഷൻ എന്താണ്? പീരിയോഡിക് ആവാനുള്ള ഒമേഗ എൻ ഈക്വൽ ടു 2π എം ഓർ ദി ആംഗുലർ ഫ്രീക്വൻസി ഒമേഗ ഈക്വൽ ടു 2π ബൈ എൻ ഇൻറ്റു എം. അപ്പൊ ഈ ഇക്വേഷൻ ആണ് നമുക്ക് ഡിസ്ക്രീറ്റ് ടൈമിന്റെ കേസിൽ, ഡിസ്ക്രീറ്റ് സിഗ്നലിന്റെ കേസിൽ ആംഗുലർ ഫ്രീക്വൻസിക്ക് ഓർത്തിരിക്കുന്നത്. ഇതുപോലെ ഇതിനകത്ത് നമുക്ക് ഇതിന്റെ പീരീഡിന്റെ ഇക്വേഷൻ എഴുതാം. എൻ ഈക്വൽ ടു എന്താണ്? 2π ബൈ ഒമേഗ ഇൻറ്റു എം. ഓക്കെ ആണല്ലോ. ഇനി നമുക്ക് രണ്ട് സിഗ്നൽസ്, രണ്ട് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽസ് തന്നിട്ടുണ്ട്. അത് പീരിയോഡിക് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അതിന്റെ എൻറ്റയർ പീരീഡും കണ്ടുപിടിക്കാം. ഒരു പ്രോബ്ലം നോക്കാം. സോ ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ. എക്സ് ഓഫ് എൻ ഈക്വൽ ടു സൈൻ 2π n പ്ലസ് സൈൻ 6π n. ചെക്ക് വെദർ ദ സിഗ്നൽ ഈസ് പീരിയോഡിക് ഓർ നോട്ട്. ഇപ്പൊ പീരിയോഡിക് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് ഓൾസോ ഫൈൻഡ് ദി പീരീഡ്. പീരീഡും കൂടെ കണ്ടുപിടിക്കുക. എക്സ് ഓഫ് എൻ ഈക്വൽ ടു സൈൻ 2π n പ്ലസ് സൈൻ 6π n. ഇപ്പൊ എന്നിലാണ് അല്ലെ. എന്നിൽ കിടക്കുമ്പോൾ നമുക്കറിയാം അത് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നൽ ആണ്. ഇപ്പൊ ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിന്റെ പീരിയോഡിസിറ്റി കണ്ടുപിടിക്കാൻ ഈ സൈൻ 2π n അല്ലെങ്കിൽ സൈൻ 6π n എന്നുള്ളത് നമുക്ക് ജനറൽ ഇക്വേഷൻ ആയിട്ട് കമ്പയർ ചെയ്യുമ്പം എ സൈൻ ഒമേഗ എൻ, ഇവിടെ തീറ്റ ഇല്ലാന്നേ ഉള്ളൂ, എ സൈൻ ഒമേഗ എൻ ഫോമിലാണ് അല്ലേ. എയുടെ വാല്യൂ 1 ആണ്, സൈൻ ഒമേഗ എൻ. ഇവിടെയും എയുടെ വാല്യൂ 1 ആണ്, എ സൈൻ ഒമേഗ എൻ ഫോമിലാണ്. അപ്പൊ ഫസ്റ്റ് ഞാൻ ഈ സിഗ്നൽ എടുത്തു. അപ്പൊ ഇത് രണ്ട് സിഗ്നൽ ഉണ്ട്. ഈ രണ്ട് സിഗ്നൽ ഇൻഡിവിജ്വലി പീരിയോഡിക് ആണ്. പക്ഷെ അതിന്റെ കോമ്പിനേഷൻ പീരിയോഡിക് ആണോ അല്ലയോ നമ്മൾ ചെക്ക് ചെയ്യാണ്. അപ്പം എങ്ങനെയാണോ കണ്ടിന്യൂസ് ടൈം ചെയ്തത് അതുപോലെ തന്നെയാണ് ഡിസ്ക്രീറ്റ് ടൈം ചെയ്യുന്നത്. കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. അപ്പം നോക്കിക്കേ, നമുക്ക് ഈ പ്രോബ്ലത്തിലൂടെ അതെങ്ങനെയാണെന്ന് ക്ലിയർ ആക്കാം. അപ്പം ഇവിടെ ഫസ്റ്റ് കേസ് ഈ സൈൻ 2π എന്നിൽ നിന്ന് ഒമേഗ 1 കിട്ടും. ഒമേഗ 1 ഈക്വൽ ടു എന്താണ്? 2π. അപ്പം ഈ സെക്കൻഡ് സിഗ്നലിൽ നിന്ന് ഒമേഗ 2 6π. ഓക്കെ ആണല്ലോ. അപ്പോൾ ഫസ്റ്റ് സിഗ്നലിന്റെ പീരീഡ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്?
n1 n-ന്റെ ഇക്വേഷൻ എന്താണ്? n equal to 2 pi by omega into m അല്ലേ? സോ n1 equal to 2 pi by omega 1 into m അല്ലേ? അപ്പോൾ അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 2 pi by 2 pi ഒമേഗ 1ന്റെ വാല്യൂ 2 pi ആണ് ഇൻറ്റു m. അപ്പോൾ നമുക്ക് 1 ഇൻറ്റു m എന്ന് കിട്ടും. അപ്പോൾ ഈ n1 എന്നുള്ളത് എപ്പോഴും ഇൻറ്റീജർ ആയിരിക്കണം. അപ്പോൾ എമ്മിൻ്റെ ഏറ്റവും ചെറിയ ഏത് വാല്യൂസിനാണ് n ഇൻറ്റീജർ ആയിട്ട് കിട്ടുന്നത് ആ m നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കണം. ക്ലിയർ ആണോ? എന്നും എമ്മും ഇൻറ്റീജേഴ്സ് ആണ്. n ഇൻറ്റീജർ ആവാനായിട്ട് എമ്മിൻ്റെ ഏറ്റവും ചെറിയ വാല്യൂ ഏതാണ് ചൂസ് ചെയ്യേണ്ടത് അത് നമ്മൾ ചൂസ് ചെയ്ത് കൊടുക്കുക. ഇപ്പം ഞാൻ എമ്മിന് 1 കൊടുത്തു. എമ്മിന് 1 കൊടുത്തു കഴിഞ്ഞാൽ ഈ n എന്നുള്ളത് എന്ത് കിട്ടും? ഇൻറ്റീജർ ആയിട്ട് കിട്ടും ഇല്ലേ? ഫസ്റ്റ് എമ്മിന് 1 കൊടുത്തപ്പോൾ തന്നെ n എന്തായി? ഇൻറ്റീജർ ആയി. അപ്പോൾ n1ന്റെ വാല്യൂ എപ്പോഴും എന്തായിരിക്കും? 1 ഇൻറ്റു 1 1 ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പം m നമ്മൾ ചൂസ് ചെയ്യുക. m ചൂസ് ചെയ്യുമ്പോൾ കണ്ടീഷൻ ഇതാണ്, n ഇൻറ്റീജർ ആവാനുള്ള ക്യാപിറ്റൽ N ഇൻറ്റീജർ ആവാനുള്ള ഏറ്റവും ചെറിയ വാല്യൂ ആണ് എമ്മിന് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് n1 കിട്ടി. ഇനി സിമിലർലി നമുക്ക് n2 കണ്ടുപിടിക്കാം. n2 കണ്ടുപിടിക്കാനായിട്ട് n2 ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ? 2 pi by omega 2 into m. That is 2 pi by omega 2 എന്താണ്? 6 pi into m. ഇവിടെ പൈയും പൈയും ക്യാൻസൽ ചെയ്തു, 2ഉം 6ഉം ക്യാൻസൽ ചെയ്തു, 3. നമുക്ക് n2 എത്രയാണ് കിട്ടിയത്? m/3 എന്നാണ് കിട്ടിയത്. അപ്പം ഞാൻ എമ്മിന് ഏറ്റവും ചെറിയ വാല്യൂ കൊടുക്കുമ്പം n ഇൻറ്റീജർ കിട്ടണം. എമ്മിന് ഞാൻ ആദ്യം 1 കൊടുത്തു. എമ്മിന് 1 കൊടുത്താൽ n എന്ത് കിട്ടും? 1/3. അപ്പോൾ അത് ഇൻറ്റീജർ അല്ല. അപ്പം ഞാൻ എമ്മിന് 2 കൊടുത്തു. എമ്മിന് 2 കൊടുത്താൽ n2 എത്ര കിട്ടും? 2/3. അതും ഇൻറ്റീജർ വാല്യൂ അല്ല. ഞാൻ എമ്മിന് 3 കൊടുത്തു. എമ്മിന് 3 കൊടുത്തു കഴിഞ്ഞാൽ n2 എത്ര കിട്ടും? 3/3. ദാറ്റ് ഈസ് 1. അതൊരു ഇൻറ്റീജർ ആണ് അല്ലേ? 1 ഒരു ഇൻറ്റീജർ വാല്യൂ. അപ്പോൾ ഇവിടെ എമ്മിന് കൊടുക്കുന്ന ഏറ്റവും ചെറിയ വാല്യൂ 3 ആണ്. അപ്പോൾ കറസ്പോണ്ടിങ് n2 എനിക്ക് എത്ര കിട്ടും? 1 കിട്ടും. അപ്പോൾ n1ഉം n2 എത്രയാണ് കിട്ടിയത്? 1 ആണ് കിട്ടിയത് അല്ലേ? അപ്പോൾ ഈ സിഗ്നല് തന്നിരിക്കുന്ന സിഗ്നലിന്റെ പീരിയോഡിക് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് n1/n2 എന്നുള്ള റേഷ്യോ കണ്ടുപിടിക്കുക. n1/n2 എന്നുള്ള റേഷ്യോ എന്താണ്? 1/1. That is 1. 1 is a rational number അല്ലേ? നമ്മൾ ടൈം ഡൊമൈനിൽ എങ്ങനെയാണോ, അതായത് കണ്ടിന്യൂസ് ടൈമിൽ എങ്ങനെയാണോ പീരിയോഡിസിറ്റി ചെക്ക് ചെയ്ത സെയിം കണ്ടീഷൻ അവിടെ t1/t2 ആയിരുന്നു. ഇവിടെ n1/n2 ആണ്. n1/n2 ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് 1 എന്നുള്ളൊരു അതൊരു റാഷണൽ നമ്പർ ആണ്. റാഷണൽ നമ്പർ ആയതുകൊണ്ട് ഈ കോമ്പിനേഷൻ ഓഫ് സിഗ്നൽ, ഈ ഫസ്റ്റ് സിഗ്നലും സെക്കൻഡ് സിഗ്നലും കൂടെ കമ്പൈൻ ചെയ്ത് കിട്ടുന്ന ഈ സിഗ്നലും എന്തായിരിക്കും? പീരിയോഡിക് ആയിരിക്കും. സിൻസ് ദിസ് n1/n2 is a rational number, the given signal x of n is എന്തായിരിക്കും? പീരിയോഡിക് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇനി അതിന്റെ പീരീഡ് കണ്ടുപിടിക്കാൻ എന്താണ് ചെയ്യേണ്ടത്? പീരീഡ് കണ്ടുപിടിക്കാൻ നമ്മൾ കണ്ടിന്യൂസ്ലി ചെയ്ത പോലെ തന്നെ t1/t2 ഈക്വൽ ടു t. ഇവിടെ എന്തായിരിക്കും? n1/n2 ഈക്വൽ ടു n ആയിരിക്കും. n എന്ന് പറഞ്ഞാൽ n1/n2 1 ആണ്. 1/1 ഈക്വൽ ടു n ഓർ n ഈക്വൽ ടു കമ്പൈൻഡ് സിഗ്നലിന്റെയും പീരീഡ് എത്രയായിരിക്കും? സോ പീരീഡ് ഓഫ് എക്സ് ഓഫ് n എന്താണ്? 1 കിട്ടും. അപ്പോൾ ഇതാണ് ഡിസ്ക്രീറ്റ് ടൈം സിഗ്നലിന്റെ കേസിലുള്ള വ്യത്യാസം. ഇവിടെ ഒരു നമ്മൾ ഇൻറ്റീജർ പാർട്ട് ഈ എമ്മിനെയും കൂടെ ഒന്ന് കൺസിഡർ ചെയ്യണം. ബാക്കിയെല്ലാം നമ്മൾ കണ്ടിന്യൂസ് ടൈമിൽ ചെയ്ത പോലെ തന്നെ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് അടുത്തൊരു പ്രോബ്ലം നോക്കാം. നെക്സ്റ്റ് നമുക്ക് ഒരു പ്രോബ്ലം നോക്കാം. x of n equal to e raised to j 2 pi by 3n plus e raised to j 3 pi by 4n. Check whether the signal is periodic or not and also find the period. Also find the period of this signal. അപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് e raised to j ഫോമിലാണ് അല്ലേ? e raised to j omega n, e raised to j omega n ആ ഫോമിലാണ് കിടക്കുന്നത്. അപ്പോഴത്തേക്കും ഈ ഫോമിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു സിഗ്നൽ ഉണ്ട്, x of n equal to e raised to j omega n ഫോമിലാണെന്നുണ്ടെങ്കിൽ അതിന്റെ പീരിയോഡിസിറ്റി ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്? x of n plus n equal to e raised to j omega n plus n. That is e raised to j omega n into
ഇ റേസ് ടു ജെ ഒമേഗ ക്യാപിറ്റൽ എൻ. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു. ജെ ഒമേഗ എൻ ഇൻറ്റു ഇ റേസ് ടു എ പ്ലസ് ബി എന്താണ്? ഇനി നമ്പർ എ റേസ് ടു എം പ്ലസ് എൻ എന്താണ്? എ റേസ് ടു എം ഇൻറ്റു എ റേസ് ടു എൻ ഇല്ലേ? അപ്പൊ ഞാൻ ഇങ്ങനെ ചെയ്തു. അപ്പൊ ഇനി നമുക്ക് എക്സ് ഓഫ് എന്നും എക്സ് ഓഫ് എൻ പ്ലസ് എന്നും സെയിം ആണെങ്കിൽ മാത്രമേ ഈ സിഗ്നൽ എന്താവത്തുള്ളൂ? പീരിയോഡിക് ആവത്തുള്ളൂ. അതായത് ഇ റേസ് ടു ജെ ഒമേഗ എന്നും ഇ റേസ് ടു ജെ ഒമേഗ എന്നും സെയിം ആയിട്ട് വരണം. ഈ ടേം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? 1 ആയിരിക്കണം അല്ലെ? ഈ ടേം 1 ആവാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒമേഗ എൻ ഷുഡ് ബി ഈക്വൽ ടു ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് 2π ആയിരിക്കണം. നമ്മൾ നേരത്തെ സൈൻ്റെ റിലേഷൻ ചെയ്ത പോലെ തന്നെ ഈ ടേം എപ്പോഴും ഇ റേസ് ടു ജെ തീറ്റ അല്ലെങ്കിൽ ഇ റേസ് ടു ജെ ഒമേഗ എൻ, ഇ റേസ് ടു ജെ തീറ്റ ഫോമിൽ വരുന്ന വാല്യൂ, ഈ വാല്യൂ എപ്പോഴും 1 ആവുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒമേഗ എൻ ഈക്വൽ ടു 2π ഇൻറ്റു എം ആണ്. അപ്പൊ ഇത് 1 ആയി കഴിഞ്ഞാൽ എക്സ് ഓഫ് എന്നും എക്സ് ഓഫ് എൻ പ്ലസ് എന്നും എന്തായിട്ട് കിട്ടും? സെയിം ആയിട്ട് കിട്ടും അല്ലെ? അപ്പൊ ഈ സിഗ്നൽ നമുക്ക് എന്താന്ന് പറയാം? പീരിയോഡിക് എന്ന് പറയാം. അപ്പൊ നമുക്ക് എന്നിന്റെ വാല്യൂ എന്ത് കിട്ടും? 2π ഒമേഗ ഇൻറ്റു എം ഓർ ഒമേഗ ഈക്വൽ ടു 2π n ഇൻറ്റു എം. നമ്മൾ സിനുസോയ്ഡൽ സിഗ്നൽസിന്റെ എങ്ങനെയാണോ പീരിയോഡിസിറ്റി ചെക്ക് ചെയ്യുന്ന അതേ ഒരു ഇക്വേഷൻ തന്നെയാണ് എന്താണ് ഇ റേസ് ടു ജെ ഫോമിൽ വന്ന സിഗ്നലിനും കിട്ടിയത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇ റേസ് ടു ജെ ഒമേഗ എൻ ഫോമിലുള്ള 2 സിഗ്നൽസ് ആണ് ഇവിടെ ഉള്ളത്. ഓരോ സിഗ്നലിന്റെയും പീരീഡ് കണ്ടുപിടിച്ചിട്ട് n1/n2 എന്നുള്ള റേഷ്യോ ചെയ്യുമ്പോഴത്തേക്കും അതൊരു റാഷണൽ നമ്പർ കിട്ടുവാണെന്നുണ്ടെങ്കിൽ ഈ സിഗ്നൽ എന്തായിരിക്കും? പീരിയോഡിക് ആയിരിക്കും. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇ റേസ് ടു ജെ ഒമേഗ എൻ, ഇവിടെയും ഇ റേസ് ടു ജെ ഒമേഗ എൻ. അപ്പൊ ഇവിടെ ഫസ്റ്റ് സിഗ്നലിൽ ഒമേഗ 1 എത്ര കിട്ടും? ഒമേഗ ഫസ്റ്റ് ആയതുകൊണ്ട് രണ്ട് സിഗ്നലിന്റെ കോമ്പിനേഷൻ ആണ്. അപ്പൊ ഫസ്റ്റ് പാർട്ടിന് ഞാൻ ഒമേഗ 1 എന്ന് കൊടുത്തു. അപ്പൊ ഇ റേസ് ടു ജെ ഒമേഗ എൻ. അപ്പൊ ഈ ഫോമിലാണ് ഇ റേസ് ടു ജെ ഒമേഗ എൻ. ഒമേഗയുടെ സ്ഥാനത്ത് കിടക്കുന്നത് 2π/3. അതുപോലെ ഒമേഗ 2 എന്ത് വരും? ഇ റേസ് ടു ജെ ഒമേഗ എൻ. അപ്പൊ ഇവിടുത്തെ ഒമേഗ എന്ന് പറഞ്ഞാല് 3π/4. ഇനി ഈ രണ്ട് ഒമേഗയിൽ നിന്നും നമുക്ക് n1 n2 കണ്ടുപിടിക്കാം. അതിനുശേഷം പീരീഡ് കണ്ടുപിടിക്കും. അപ്പൊ n1ന്റെ ഇക്വേഷൻ എന്താണ്? n1 ഈക്വൽ ടു 2π/ω1 ഇൻറ്റു എം. ദാറ്റ് ഇസ് 2π/2π/3 ഇൻറ്റു എം അല്ലേ? ഇപ്പൊ 2πയും 2πയും ക്യാൻസൽ ആയി പോയി, 3 മുകളിൽ വരും, 3m. അപ്പൊ n1 ഈക്വൽ ടു 3m വരും. അപ്പൊ എമ്മിന്റെ ഏറ്റവും ചെറിയ ഏത് വാല്യൂവിനാണ് n ഇന്റിജർ കാണുന്നത് ആ m വാല്യൂ ചൂസ് ചെയ്യുക. അപ്പൊ ഞാൻ എമ്മിന് 1 തുടങ്ങുകയാണ്. എമ്മിന് 1 ഇട്ട് കൊടുക്കുമ്പോൾ n1 എത്ര കിട്ടും? 3 കിട്ടും അല്ലേ? അപ്പം ആ വാല്യൂ അങ്ങ് ചൂസ് ചെയ്താൽ പോലെ m ഈക്വൽ ടു 1 വരുമ്പോൾ നമുക്ക് n1 3 കിട്ടും. 3 കിട്ടുന്ന ഇന്റിജർ ആണ്. അതുകൊണ്ട് n1ന്റെ വാല്യൂ എന്തായിട്ട് നമുക്ക് എടുക്കാം? 3 ആയിട്ട് എടുക്കാം. അതുപോലെ നമുക്ക് n2 കണ്ടുപിടിക്കാം. n2 ഈക്വൽ ടു എന്താണ്? 2π/ω2 ഇൻറ്റു എം. ദാറ്റ് ഇസ് 2π/ω2 എന്ത് വരും? 3π/4 ഇൻറ്റു എം അല്ലേ? ഇപ്പൊ ഈ പൈയും ക്യാൻസൽ ചെയ്ത് പോയി. 2 ഇൻറ്റു 4 മുകളിൽ വന്നു, 4/3 എം. ദാറ്റ് ഇസ് 8/3 എം. അതാണ് നമ്മുടെ n2. n2ന്റെ വാല്യൂ എത്ര കിട്ടി? 8/3. ഓക്കെ ആണല്ലോ? നമുക്ക് എമ്മിന് ഏറ്റവും ചെറിയ ഏത് വാല്യൂ ചൂസ് ചെയ്യുമ്പോഴത്തേക്കും n ഇന്റിജർ ആവുമെന്ന് നോക്കാം. എമ്മിന് 1 ഇട്ട് കൊടുത്താൽ എന്താണ്? 8/3. എമ്മിന് 2 കൊടുത്താൽ എന്താണ്? 16/3. എമ്മിന് 3 കൊടുത്താലോ? 8 ഇൻറ്റു 3/3. അപ്പൊ 3യും 3യും ക്യാൻസൽ ചെയ്ത് പോവും. എമ്മിന് 3 കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് n എത്ര ആയിട്ട് കിട്ടും? ഒരു ഇന്റിജർ വാല്യൂ ആയിട്ടുള്ള 8 ആയിട്ട് കിട്ടും. അപ്പൊ n2 പീരീഡ് എത്രയായിരിക്കും? പീരീഡ് ഓഫ് ദി സെക്കൻഡ് സിഗ്നൽ എത്രയാണ്? 8. അപ്പൊ എമ്മിന് വാല്യൂസ് ഇട്ട് കൊടുക്കുക, n ഇന്റിജർ ആവുന്ന വരെ വാല്യൂസ് ഇട്ട് കൊടുക്കുക. അപ്പൊ എമ്മിന് 1 ഇട്ട് കൊടുത്താൽ 8/3 ആണ്, അത് ഇന്റിജർ അല്ല. എമ്മിന് 2 ഇട്ട് കൊടുത്താൽ 8 ഇൻറ്റു 2/3 ആണ്, അത് ഇന്റിജർ അല്ല. എമ്മിന് 3 കൊടുത്താൽ 3യും 3യും ക്യാൻസൽ ചെയ്ത് പോകും. n2ന്റെ വാല്യൂ 8 കിട്ടും. അതൊരു ഇന്റിജർ വാല്യൂ ആയതുകൊണ്ട് n2ന് നമുക്ക് എന്ത് ചൂസ് ചെയ്യാം? 8 എന്നുള്ള വാല്യൂ ചൂസ് ചെയ്യാം. ഇനി എന്താണ്? ഇത് പീരിയോഡിക് ആണോ എന്ന് ചെക്ക് ചെയ്യുക ഇല്ലേ? കോമ്പിനേഷൻ ഓഫ് ദീസ് ടു സിഗ്നൽസ്. അതായത് നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, ഇ റേസ് ടു ജെ
ഒമേഗ എൻ പ്ലസ് ഇ റേസ് ടു ജെ ഒമേഗ, ഈ രണ്ടിന്റെയും കൂടെ കോമ്പിനേഷൻ ആയിട്ടുള്ള ഈ എക്സ് ഓഫ് എൻ പീരിയോഡിക് ആണോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പൊ ഇതിന്റെ പീരീഡ് n1 കണ്ടുപിടിച്ചു, ഇതിന്റെ പീരീഡ് n2 കണ്ടുപിടിച്ചു. ഇനി n1 ബൈ n2 ചെയ്യാം. n1 ബൈ n2 ചെയ്യുമ്പോൾ എത്ര കിട്ടും? 3/8 അല്ലേ? 3/8 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു റാഷണൽ നമ്പർ ആണ് അല്ലേ? ഒരു റാഷണൽ നമ്പർ ആയതുകൊണ്ട് ഈ സിഗ്നൽ എന്താണ്? പീരിയോഡിക് ആണ്. അതുപോലെ പീരീഡ് എത്ര വരും? n ഈക്വൽ ടു n1/n2 ഈക്വൽ ടു 3/8. അതായത് n ഈസ് ഈക്വൽ ടു 8n1 ഈക്വൽ ടു 3n2. n1 സ്ഥാനത്ത് എന്ത് കൊടുക്കുക? 3. 8 into 3 3 into 8 എന്താണെങ്കിലും നമുക്ക് എത്ര കിട്ടും? n 24 എന്ന് കിട്ടും. 8 ഒന്നുകിൽ 8 into 3 അല്ലെങ്കിൽ 3 into 8. n ഈക്വൽ ടു n1/n2 ആണ് ഫോർമുല. അപ്പൊ ഈ ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് എന്താണ്? പീരീഡ് ഓഫ് ദി ഗിവൺ സിഗ്നൽ എക്സ് ഓഫ് n ഈസ് ഈക്വൽ ടു എത്ര കിട്ടി? 20. അപ്പം n1/n2 എന്നുള്ള റേഷ്യോ കണ്ടുപിടിക്കുക. അതൊരു റാഷണൽ നമ്പർ ആണോ എന്ന് ചെക്ക് ചെയ്യുക. റാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ p/q ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റുന്ന നമ്പർ ആണ്. റൂട്ട് ഒരു ഡെസിമൽ അങ്ങനെയുള്ള വാല്യൂസ് ഒന്നും നമുക്ക് √2 ഒരു ഇറാഷണൽ നമ്പർ ആണ് അല്ലെ? √3 അതൊക്കെ ഇറാഷണൽ നമ്പേഴ്സ് ആണ്. അപ്പൊ ഈ ഒരു ഫോമിൽ എഴുതാൻ പറ്റുന്ന നമ്പേഴ്സ് ആണോ നമ്മൾ ചെക്ക് ചെയ്യുക. അതിനുശേഷം അതിൽ നിന്ന് ആ എൻറ്റയർ സിഗ്നലിന്റെ പീരീഡ് കണ്ടുപിടിക്കുക. അപ്പൊ ഇത്രയാണ് പീരിയോഡിക് സിഗ്നലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്ക്രീറ്റ് ടൈമിലും കണ്ടിന്യൂസ് ടൈമിലും ചോദിക്കാവുന്ന പ്രോബ്ലംസ്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ അടുത്ത ക്ലാസിഫിക്കേഷൻ ഓഫ് സിഗ്നൽസ് നോക്കാം. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ്. താങ്ക് യു ഫോർ വാച്ചിങ്.